വനം മന്ത്രി അപമാനിച്ചു സാർ. Made a statement to mock, to insult, humiliate Kerala and the people who were residing. എന്നാൽ ഒന്നുണ്ടായോ സാർ? ഒന്നും ഉണ്ടായില്ല. I am so sad to say that my friend Mr. Suresh Gopi has been completely humiliated by the finance minister. അതൊക്കെ ഉണ്ട്, അടുത്ത ബജറ്റിലുണ്ട്, ഈ ബജറ്റിൽ അടുത്ത ബജറ്റിലുണ്ട് എന്ന് സുരേഷ് ഗോപി തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ തട്ടിവിട്ടു. The next budget is not so very far away. It's only 6 months or less than 6 months away. നമസ്കാരം. ഇന്ന് രാജ്യസഭയിലുണ്ടായ ഒരു രസകരമായ തർക്കം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ജോൺ ബ്രിട്ടാസ് ധനബില്ലിന്മേൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ്. സഭയിൽ ഭൂപേന്ദ്ര യാദവ്, വനം കൃഷിമന്ത്രി, കഴിഞ്ഞ ദിവസം വയനാട് മുഴുവൻ ക്വാറിയുള്ളതുകൊണ്ടാണ് ദുരന്തം ഉണ്ടായത് എന്ന് പറഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ഭൂപേന്ദ്ര യാദവും നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയും സഭയിലിരിക്കുമ്പോഴാണ് ബ്രിട്ടാസിൻ്റെ പ്രസംഗം. അതുകൊണ്ട് ബ്രിട്ടാസ് കൃത്യമായി ആളുകളെ അപ്പുറത്തിരുത്തിക്കൊണ്ട് വലിയ തോതിൽ അറ്റാക്കിന് ശ്രമിച്ചു. അവരുടെ തിരിച്ചുള്ള മറുപടികളുണ്ട്. രസകരമായ ആ സംഭവത്തിലേക്ക് കടക്കാം. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നേരിട്ട് തന്നെ പറയാം. ബ്രിട്ടാസിൻ്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ പതിവ് പോലെ ജഗ്ദീപ് ധൻകർ കേരളത്തിലേക്ക് വന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. സാർ, താങ്കൾ കേരളത്തിലേക്ക് വന്നപ്പോൾ കേരളത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, കേരളത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നപ്പോൾ കേരളത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് എത്തിയപ്പോഴും പറഞ്ഞു. You had been kind enough to tweet about Kerala. When you visited Kerala, you were completely, actually enchanted by the beauty of Kerala. The Prime Minister also, when he came to Kerala, talked about the beauty of Kerala. He came for the election campaign of Mr. Suresh Gopi. പക്ഷേ സാർ, നമ്മുടെ ബജറ്റിൽ ധനമന്ത്രി നിരവധി ടൂറിസം സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചു. ഒരൊറ്റ ഒന്ന് കേരളത്തിൽ പ്രഖ്യാപിക്കും എന്ന് കരുതി. ഒരൊറ്റ ഒന്ന്. സഭയിലിരിക്കുന്ന സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ നിരവധി ടൂറിസം സർക്യൂട്ടുകൾ കൊണ്ടുവരുമെന്ന്. Sir, in this budget, Honorable Finance Minister declared many tourism circuits. I thought that the Finance Minister would respect you, at least one tourism circuit to Kerala. I thought the Finance Minister would respect my dear friend Suresh Gopi, because he has already promised many tourism circuits in Kerala. എന്നാൽ ഒന്നുണ്ടായോ സാർ? ഒന്നും ഉണ്ടായില്ല. സുരേഷ് ഗോപിയോടെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരു സർക്യൂട്ടെങ്കിലും കേരളത്തിൽ പ്രഖ്യാപിച്ചുകൂടായിരുന്നോ സാർ? At least to protect the order of Mr. Suresh Gopi. If one circuit were to be declared by the finance minister, we would have been happy. ഇപ്പോഴെന്താണ് സാർ സംഭവിച്ചത്? ധനമന്ത്രിയെ കൊണ്ട് സുരേഷ് ഗോപി സമ്പൂർണ്ണമായി അപമാനിതനായില്ലേ? കേരളത്തെക്കുറിച്ച് നല്ല വാചകം പറഞ്ഞ, മനോഹാരിതയെക്കുറിച്ച് ട്വീറ്റ് ചെയ്ത താങ്കളെ കൂടി അപമാനിക്കുന്നതായി പോയില്ലേ ആ ബജറ്റ്? I am so sad to say that my friend Mr. Suresh Gopi has been completely humiliated by the finance minister. ഈ സമയത്ത് സുരേഷ് ഗോപി പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം എഴുന്നേറ്റെങ്കിലും ബ്രിട്ടാസ് വഴങ്ങിക്കൊടുത്തില്ല. സുരേഷ് ഗോപിക്ക് സംസാരിക്കാൻ പിന്നാലെ അവസരമുണ്ടല്ലോ എന്നായി. അതിനെ തുടർന്ന് ബ്രിട്ടാസ് വീണ്ടും തൻ്റെ പ്രസംഗം തുടർന്നു. Sir, my time 15 minutes goya. Mr. Suresh Gopi, you can stand up and speak as a minister later on. അങ്ങനെ സുരേഷ് ഗോപി ഇരുന്നു. പിന്നെയും ബ്രിട്ടാസ് ധനമന്ത്രിയെയും ബജറ്റിനെയും കുറിച്ച് തന്നെയായി സംസാരം. ഇംഗ്ലീഷ് എടുത്തിട്ട് അമ്മാനമാടാമെന്ന് കരുതിയിരുന്ന സുരേഷ് ഗോപിക്ക് മുന്നിൽ ബ്രിട്ടാസ് നേരത്തെ തന്നെ, അദ്ദേഹം എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ എടുത്തിട്ടുള്ള പരിപാടിയായിരുന്നു. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരായാണ് പിന്നീടുള്ള പ്രസംഗം. Sir, ye do मामला है. One is unemployment, second is price rise. ये हिंदी में ये बोल रहे महंगाई. अरे महंगाई का मतलब क्या है भाई साहब? मैंगो नहीं, ये महंगाई. अब्दुल वहाब साहब सोच रहे तो मैंगो है, महंगाई है. Sir, what do you mean by महंगाई? Two facets to this issue. One is that the prices of the essential commodities going up. People cannot afford to buy things. ഒറ്റ മാസം കൊണ്ട് വെജിറ്റബിൾ താലിയുടെ വിലയിൽ 11% വർധനമാണ് സാർ ഉണ്ടായത്. Sir, today the newspapers are reported vegetable thali's price went up by 11% within a month. Why I am referring to vegetable thalis? Because number 1 and number 2 have only vegetable. That's why. Number 1, number 2 ആളുകൾ
പ്രധാനമന്ത്രിയും അമിത്ഷായും സസ്യാഹാരികളായതുകൊണ്ടാണ് താൻ നോൺ വെജിറ്റേറിയൻ ആയിട്ടും വെജിറ്റബിൾ താലിയുടെ വില പറയുന്നത് എന്ന് ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചു. I won't say A1 and A2. मैं छोड़ दिया A1 A2. अभी number 1 number 2. I will not refer to non-vegetarian. ജഗ്ദീപ് ധൻകർ ഇടക്ക് കയറി ബ്രിട്ടാസിന് അഭിനന്ദനവും കൊടുത്തു. The purchasing power of the people are going down. That's why. John, Yes. you are making a good address. Thank you, sir. That's why. First is that What the you price said. is going up. One Second second, is that. what you said, that part Please is pause, sir. Please Go pause. ahead. Yeah. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇപ്പോഴത്തെ ഇഷ്ടപരിപാടി. ഈ പദ്ധതിക്കുള്ള 40% ചെലവ് സംസ്ഥാനങ്ങൾ വഹിക്കണം. എന്നിട്ട് അവയൊക്കെ ബ്രാൻഡ് ചെയ്ത് മോദിയുടെ പടം പ്രദർശിപ്പിക്കണം. ഈ പരിപാടി അവസാനിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് അർഹമായത് നൽകുകയല്ലേ ചെയ്യേണ്ടത്. Centrally sponsored schemes. हमको नहीं चाहिए, sir. These people launch schemes, will tell the states, you foot the bill for 40%. And you brand us. Put the photograph of Modi ji. Brand it. ये 40% हमको खर्च करना पड़ेगा. ये ब्रांड करना पड़ेगा. हमको नहीं चाहिए. You are mopping up so much of money in the form of duties and surcharge which are not given to the states. Stop this business of cess and surcharge. സർ, സാമ്പത്തിക സർവേയിലെ കണക്ക് കണ്ട് ഞാൻ അന്തിച്ചുപോയി. തൊഴിലില്ലായ്മയെക്കുറിച്ചാണ്. ബീഹാറിൽ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ 3% മാത്രം. ബീഹാർ അമേരിക്കയ്ക്കൊപ്പമായോ എന്ന് ഞാൻ സംശയിച്ചു. കാരണം എന്താ, അവിടുത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസം വളരെ പിന്നിലാണ് സാർ. This economic survey बोल दिया कि अभी कोई ये देश में कोई statistics नहीं है. That's why the economic survey argued for robust statistics. Sir, you would be surprised. In Bihar, the unemployment amongst the educated youth just 3%. I was surprised. Has Bihar become United States of America? Even in United States of America, it is much more higher. Otherwise, you should say that in Bihar, all the youth youngsters are uneducated. Will you say that? Either of it has to be true. Both cannot be true. So this is the real picture of statistics they have, sir. അതിൻ്റെ അപ്പുറത്ത് വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൽ വയനാട്ടിൽ ദുരന്തമുണ്ടായത് ക്വാറി കൊണ്ടാണ്, കയ്യേറ്റം കൊണ്ടാണ് എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്. മറ്റേ ശാസ്ത്രജ്ഞരുടെ ഇടപാട് വിജയിക്കാത്തപ്പം മൂപ്പര് നേരിട്ട് വന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിനെതിരായി ബ്രിട്ടാസിന്റെ അടുത്ത ആക്രമണം. Sir, Kerala has been craving for some consideration. Honorable Minister, Mr. Bhupendra Yadav is here. Every day, ministers after ministers. അതിനിടയ്ക്ക് ജഗ്ദീപ് ധൻകറേയും ബ്രിട്ടാസ് ലേശം ഒന്ന് പൊക്കി പറഞ്ഞു. You are the only one exception, sir. You have been so kind to Kerala. You came to Kerala, stayed in Kerala, talked about Kerala. You tweeted. All these ministers, kitna badnami karte Kerala ko. വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കേരളത്തെ വനം മന്ത്രി അപമാനിച്ചു സാർ എന്ന് വിശദീകരിച്ചു. Even after this landslide, 300 more precious lives lost. Mr. Bhupendra Yadav made a statement to mock, to insult, humiliate Kerala and the people who were residing there. വനം മന്ത്രി അപമാനിച്ചു സാർ എന്ന് പറഞ്ഞു. വയനാട് ജീവിച്ച മരിച്ച ജനതയെ ഒന്നാകെ അപമാനിച്ചില്ലേ സാർ? ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ അത് ചെയ്തു. ഭൂപേന്ദ്ര യാദവും സുരേഷ് ഗോപി അടക്കമുള്ളവരും ദുരന്തം സംഭവിച്ചിടത്തെ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയായിരുന്നു. ജനതയുടെ ഏകസ്വരം വയനാട് ദുരന്തഭൂമിയിൽ നിന്ന് ലോകമെങ്ങും കേൾക്കുമ്പോൾ നിങ്ങൾ അവരെ അപമാനിക്കുകയായിരുന്നു. Honorable Home Minister also made such statements. You are insulting all the Keralites, including Mr. Suresh Gopi, who is sitting behind. You are insulting the people. So please don't create, I would say, don't indulge in political blame game. This is a time when the unity of the nation has to be demonstrated to the hapless people of the Wayanad and Kerala, sir. ബ്രിട്ടാസ് പ്രസംഗം അവസാനിപ്പിച്ചു. അതിനുശേഷം ചെയർ ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി കേരളത്തെ ഒന്നും കൂടി പുകഴ്ത്തിയതിനു ശേഷം സുരേഷ് ഗോപിയെ വിളിച്ചു. Honorable members, say the member has been gracious enough to make a reference. I appreciated the backwaters of Kerala. And I appreciated that part of backwaters from which the Honorable Minister Shri Gopi has the distinction to belong. Shri Gopi, you want to say something? Thank you, Honorable Chairman. I very strongly beg to differ with all that has been thrown on my finance minister as well as the Modi ji government. സുരേഷ് ഗോപിയുടെ വിശദീകരണത്തിൽ ബ്രിട്ടാസിന്റെ ആക്രമണത്തിനെതിരായ പ്രതിരോധം ഉണ്ടായിരുന്നു. എൻ്റെ ധനമന്ത്രിയെയും മന്ത്രിമാരെയുമാണ് ബ്രിട്ടാസ് കുറ്റപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞതെല്ലാം അസത്യമാണ്. With regards to, I beg to differ.
because he has spoken untruth. Talking about the budget which is on and on which we are still discussing. സുരേഷ് ഗോപി ഇങ്ങനെ സംസാരിച്ചു വരുന്നതിനിടയിൽ ബജറ്റിലൊന്നും ഇല്ലല്ലോ എന്ന് പ്രിട്ടാസും പ്രതിപക്ഷ എം പിമാരും അപ്പുറത്തിരുന്ന് ഉറക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെയും പ്രതിരോധിക്കേണ്ടി വന്നു സുരേഷ് ഗോപിക്ക്. അപ്പോൾ അതിൽ കയറി പിടിച്ച് വിശദീകരിച്ചിട്ടാണ് സുരേഷ് ഗോപി ആകെ അലമ്പായത്. മൂപ്പര് പറഞ്ഞു അതൊക്കെ ഉണ്ട്, അടുത്ത ബജറ്റിലുണ്ട്, ഈ ബജറ്റിൽ അടുത്ത ബജറ്റിലുണ്ട് എന്ന് സുരേഷ് ഗോപി തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ തട്ടിവിട്ടു. The next budget is not so very far away. It's only 6 months or less than 6 months away. And there are more budgets to come also. You were telling the people of Kerala that you can lose hope. No, this is... Please. No. No, John, let the minister continue. See, Please. I'm Honorable answering Minister, look to at me. your allegations. Look at me. Through you, sir, I'm just putting answers to his allegations, which are fake. I need to tell you. അടുത്ത ബജറ്റിലുണ്ട് എന്ന് പറഞ്ഞത് അത്ര ഏശിയില്ലാന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായി. അപ്പം മൂപ്പര് അടുത്ത കാര്യം വിശദീകരിച്ചു. വേറെയും ചില കാര്യങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട്. എന്താ അത്? ടൂറിസം വകുപ്പിൻ്റെ ആത്മീയ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്. എവിടെയുണ്ട്? അല്ലാതെ ആലോചനയിലുണ്ട്. ആ ആലോചനയിലുള്ള പ്രൊജക്റ്റിൽ കേരളത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് സുരേഷ് ഗോപി വിശദീകരിച്ചു. A major spiritual network running from Tamil Nadu into Kerala. The project is in design, and since it's a state subject, let us see after we project this idea whether the state government will loyally come forward and support us in having this effectively placed. ഇനി ഇതൊന്നും പോരാഞ്ഞു വയനാട് ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞതിനും സുരേഷ് ഗോപിക്ക് 2 വാക്ക് പറയാനുണ്ട്. Referring to what was the comment of our environment minister. He will reply. Yeah, he will reply. He will interview. സുരേഷ് ഗോപി വേറൊരു കാര്യം കൂടി പറഞ്ഞു. കേരളത്തിൽ കംപ്ലീറ്റ് പരിസ്ഥിതിയെ വിട്ടുള്ള പരിപാടിയാണ്. ആ വർക്കലിലുള്ള കാര്യമൊക്കെ മൂപ്പര് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളം ഈ കാര്യം പഠിക്കണമെന്ന്. സുരേഷ് ഗോപി എവിടുത്തായിരുന്ന കേരളക്കാരൻ തന്നെ, പക്ഷേ മൂപ്പർക്ക് കേന്ദ്രത്തിൽ രാജ്യസഭയിൽ പോയി ചില കാര്യങ്ങൾ പറയാനുണ്ട്. But then the onus is on me as well. The kind of damages done to pristine locations belonging to the tourism projects or locations. Pristine locations. Like for one instance, I will quote Varkala. What have the local administration in Varkala done to a major pristine location which is a tourism ideal for the whole of Kerala? The Papanasham beach. What is the condition? I would request you whether the state government or the local self-government have crossed lines set by, warning lines set by the Department of Geology. എന്തായാലും കുറച്ച് കാര്യങ്ങൾ അങ്ങ് തട്ടിവിട്ടപ്പോൾ സുരേഷ് ഗോപിക്ക് ലേശ ആശ്വാസമായി. ഇനിയിപ്പോൾ അടുത്ത ബജറ്റിൽ എവിടെയാണെന്നല്ലേ ചോദിക്കുള്ളൂ. ടൂറിസം പ്രൊജക്റ്റിൻ്റെ കാര്യം ആലോചനയിലല്ലേ, ബാക്കിയുള്ളത് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ പോരെ എന്നുള്ളൊരു ആശ്വാസം മൂപ്പർക്കായി. പിന്നാലെ വനം പരിസ്ഥിതി മന്ത്രി സാക്ഷാൽ ഭൂപേന്ദർ യാദവ് എണീറ്റു. വയനാട് ദുരന്തമുണ്ടായത് ക്വാറി ഉള്ളത് കൊണ്ടാണെന്ന് തട്ടിവിട്ടിരുന്നു അന്ന്. ആ വിദ്വാനാണ് ഈ മന്ത്രി. ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ 7 അയലത്ത് ക്വാറികളോ മൈനിങ്ങോ ഒന്നുമില്ലെന്ന് തെളിവ് സഹിതം പുറത്തു വന്നു. അതിൻ്റെ പിന്നാലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ പറയേണ്ടതൊക്കെ പറഞ്ഞു. പിന്നാലെ ലേശം ചളിപ്പ് മൂപ്പര ഉള്ളിലുണ്ട്, എന്നാലും എണീറ്റു. കാര്യങ്ങൾ വിശദീകരിക്കണമല്ലോ. അന്ന് അതൊക്കെ ഞാൻ പറഞ്ഞത് പത്രത്തിൽ കണ്ടത് പറഞ്ഞാണ് എന്നാണ് മൂപ്പരുടെ ഇപ്പോഴത്തെ വിശദീകരണം. വയനാട് ജനങ്ങളെ അപമാനിക്കാൻ പറഞ്ഞതല്ല, വാർത്തകൾ കണ്ടത് അതുപോലെ പറഞ്ഞു എന്ന് മാത്രം. ऐसे में उनका ये कहना कि मैंने केरला के लोगों का इंसल्ट किया है, ये पेज 217 पे अनपार्लियामेंट्री वर्ड में इस तरह के इंटेंशन को जानबूझ करके कहना अनपार्लियामेंट्री, उसको डिलीट करना चाहिए. केरला सरकार ने पिछले 3 साल में 3 माइनिंग लीज दी और अतिरिक्त माइनिंग का वहाँ पर लगातार खनन हो रहा था, जिसके कारण इलीगल जो ह्यूमन हैबिटेट था जिसकी लगातार अवहेलना की गई, इलीगल स्ट्रक्चर बनाए गए जिसकी अवहेलना की गई, इलीगल माइनिंग की गई. और ये कोई मेरा विषय नहीं है. जब मेरे से पूछा तो कई समाचार पत्रों में ये लगातार समाचार आए हैं. എന്താല്ലേ പാവം, അവിടെ ഇരുന്നോട്ടെ. സുരേഷ് ഗോപിൻ്റെ അടുത്ത് അവിടെ ഇരുന്നോട്ടെ. മൂപ്പർക്ക് ഒരു ജാള്യതയുണ്ട്. ആ പറഞ്ഞത് അലമ്പായി പോയതിൻ്റെ ഒരു ജാള്യതയുണ്ട്. മൂപ്പര് 2 ദിവസം കഴിയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചു എന്നോളും. ശാസ്ത്രജ്ഞരെ ഇറക്കിയിട്ട് ഒരു കളി കളിക്കാനേ
വയനാട് ക്വാറി കയ്യേറ്റം അതൊക്കെയാണ് കാരണം എന്ന് പറഞ്ഞൊരു കളി കളിക്കാൻ ഇറങ്ങിത്തിരിച്ചത് പിടിക്കപ്പെട്ടതിൻ്റെ പൊളിഞ്ഞു പോയതിൻ്റെ ഒരു സങ്കടമാണ്. അതുകൊണ്ട് മൂപ്പർക്ക് ആ ചളിപ്പുണ്ടാവും, അല്ലെങ്കിൽ ആർക്കും ആ ചളിപ്പുണ്ടാവും. പക്ഷെ അടുത്തിരിക്കുന്ന സുരേഷ് ഗോപിക്ക് അതൊന്നും ഒരു വിഷയമല്ലാത്തതുകൊണ്ട് അടുത്ത ബജറ്റിൽ ഞങ്ങൾ തരും, ആലോചനയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂപ്പരങ്ങ് തലയെടുപ്പോടെ അങ്ങ് നിൽപ്പാണ്, അല്ല ഇരിപ്പാണ്. അല്ലെങ്കിലും സുരേഷ് ഗോപിക്ക് പണ്ടേ ഒരു കൊമ്പൻ്റെ തലയെടുപ്പാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നന്ദി, നമസ്കാരം.